പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളൂ. ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും വിടില്ല. ധാർമ്മികതയിൽ നിന്നുള്ള വിമോചനമാണ് വിമോചനമെങ്കിൽ, പടച്ചവൻ നിശ്ചയിച്ച വിധിവിലക്കുകളിൽ നിന്നുള്ള വിമോചനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു വിമോചനത്തിനും ഇസ്ലാമിൽ ഒരു താല്പര്യമില്ല. അത് യഥാർത്ഥത്തിൽ വിമോചനമോ സ്വാതന്ത്ര്യമോ അല്ല. അതാണ് നേരത്തെ വിശദീകരിക്കപ്പെട്ടത്. അത് നമ്മൾ സ്വയം നശിക്കുകയാണ്, നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്, നമ്മളെ താറുമാറാക്കുകയാണ്, നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുകയാണ്, നമ്മുടെ പ്രസന്നതകളെ നമ്മൾ നശിപ്പിക്കുക യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആർജവത്തോടുകൂടി ഇസ്ലാമിന്റെ ദർശനങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത്.